morning. Good morning. Good morning. Good morning, Miss. Ready ആയോ എല്ലാരും? Take your textbooks. Faith, good morning. Good morning. ക്ലിയർ ആയിട്ട് ഫേസിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അൻമരിയ വീഡിയോ ഓൺ ചെയ്തേ. അൻമരിയ വീഡിയോ ഓൺ ചെയ്തിരുന്നോ? എന്താണ്? പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെസൺ ആയിരുന്നു എടുത്തത്? ഝാൻസി കി റാണി കി സമാധി പർ അല്ലേ? 7th ലെസൺ ഝാൻസി കി റാണി കി സമാധി പർ. അതിന്റെ നോട്ട്സ് ഇന്നലെ മിസ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് മിസ് ഒന്ന് പറഞ്ഞു തരണത്രേ. ആ എഴുതിയോ? ഓക്കെ. എഴുതി ഇന്ന് തന്നെ, എഴുതാത്തത് ഇന്ന് തന്നെ ഒന്ന് വൈകുന്നേരം 5 മണിക്കുള്ള ഒന്ന് എഴുതി അയച്ചു തരണേ. അപ്പൊ വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക. സമാനാർത്ഥി ശബ്ദം കണ്ടോ? പര്യായ പദം വേർഡ് മീനിങ്ങിന്റെ താഴെ ഉണ്ടല്ലേ. അത് ഏതൊക്കെ ശബ്ദങ്ങളുണ്ട്? ഫസ്റ്റ് വൺ രാഖ്. രാഖ് എന്ന് പറഞ്ഞാല് വെണ്ണീര്, ചാരം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അടുപ്പ് കത്തിച്ചാൽ കിട്ടുന്ന ചാരമില്ലേ, അതിനെയാണ് നമ്മൾ രാഖ് എന്ന് പറഞ്ഞത്. ഫെയ്ത്ത് എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? രാവിലെ വഴക്ക് കിട്ടിയോ? ഒരു മൂഡ് ഓഫ് പോലെ എന്തോ ഒന്ന് കിട്ടിയോ സംശയമുണ്ട്. രാഖ്, ഭസ്മ, അവശേഷ്, ചാർ. സംചിത്. സംചിത് കർണാവെന്നറിയോ? അതായത് ശേഖരിച്ചു വെക്കല്, കൂട്ടി വെക്കുക, ശേഖരിച്ചു വെക്കുക. കുറെ എണ്ണിങ്ങനെ ശേഖരിച്ചു വെക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സംചിത് കർണം. സംചിത് അതിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? ഏകത്രിത്, ജമ, ഇക്കഠ. 3 എഴുതി വെച്ചോ, 2 എഴുതിയാൽ മതി എക്സാമിന്. ഗാഥ. ഗാഥ എന്ന് പറഞ്ഞാല് കഥ. കഥ എന്ന് അതിന്റെ മീനിങ്. കഥ, കിസ്സ, കഹാനി. വാർ. വാർ എന്ന് പറഞ്ഞാല് യുദ്ധം, എതിരിടുക, നേരിടുക. പ്രഹാർ, ആക്രമൺ, ഹംല. ബാല. ബാല മീൻസ് പെൺകുട്ടി അല്ലെ? ബാലിക, ലഡ്കി, കന്യ. സോന. സോന മീൻസ് സ്വർണം എന്നുള്ള മീനിങ് ഉണ്ട്, ഉറങ്ങുക എന്നുള്ള മീനിങ് ഉണ്ട്. ഇവിടെ എന്താണ് സ്വർണം? സ്വർണ്ണ, കനക്, ഹേമ. വായിക്കാൻ കിട്ടണേ, മിസ് അതുകൊണ്ട് ഇത്തവണ വായിച്ചത്. സ്വർണ്ണ, കനക്, ഹേം. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ് ശ്രുതലേഖ്, സമാധി, ലീലാസ്ഥലി, സംചിത, സ്മൃതിശാല, മൂല്യവതി, നിശീധ, മർദാനി, ഹർബോലോം. മൗഖിക പ്രശ്ന. ഇസ് കവിത കി കവിത്രി കാ നാം ബതാവോ. ഇത് നമ്മൾ പറഞ്ഞു തോന്നല്ലേ? പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞില്ലേ? പേജ് നമ്പർ 42 കേട്ടോ. 42. നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ, ടെക്സ്റ്റ് ബുക്കിലായാലും നോട്ട് ബുക്കിൽ എഴുതുമ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലും ആൻസറോ ക്വസ്റ്റ്യനോ എന്തെങ്കിലും മീനിങ് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാട്ടോ. Third, कविता की पंक्तियों का मिलान करो. Match the lines from the poem. Miss, അത് എഴുതിയിട്ടില്ല. മിസ് പറഞ്ഞായിരുന്നു.
അത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. നെക്സ്റ്റ്, नीचे दी गई पंक्तियों का भावार्थ लिखो. Write meaning of the following lines. ആ 2 ലൈനിന്റെ 2 ലൈൻ എവിടെ കൊടുക്കുന്നത് അതിന്റെ ഭാവാർത്ഥം ആശയം എഴുതാനാണ് ആ ക്വസ്റ്റ്യൻ. അത് മിസ് വേറെ റഫായിട്ട് എഴുതിയിട്ട് അയച്ചുതരാം കേട്ടോ. അത് നോട്ട്ബുക്കിലേക്ക് ആ 2 ലൈൻസ് എടുത്ത് എഴുതിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആ ക്വസ്റ്റ്യൻ എഴുതണം, 4ാമത്തെ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. എന്തായാലും നോട്ട് റഫായിട്ട് തന്നെ എഴുതി അയച്ചുതരാം. നെക്സ്റ്റ്, दिए गए शब्दों पर अनुसार या अनुनासिक लगाकर दोबारा लिखो और उनका शुद्ध उच्चारण करो. दोबारा मीन्स 2 പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതാണ് ദുബാര കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചേർക്കേണ്ടത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കുകളില് വേണ്ടിടത്ത് അനുസാർ, അനുസാർ എന്നുള്ള ചിഹ്നം ഒരു ഡോട്ട് ഇടുന്നതിനാ നമ്മൾ എന്ത് പറയാ? അനുസ്വാർ. ചന്ദ്രക്കലയും ഡോട്ടിനും എന്താ പറയാ? അനുനാസിക്. ആ ചിഹ്നത്തിന് എന്താ പറയാ? അനുനാസിക്. അപ്പൊ ഓരോ വേർഡിനും ഏതാണോ വേണ്ടത് അത് ചേർക്കണം. ഫസ്റ്റ് വേർഡ് നമുക്ക് അറിയാം, ഡോട്ടാ വേണ്ടത് അല്ലേ? സ്വതന്ത്രത. ചന്ദ്രക്കലയും ഡോട്ടാണോ വേണ്ടതല്ല, ഡോട്ട് മാത്രം. നെക്സ്റ്റ്, ജാംസി നിലയിൽ എന്ത് വേണം? ഏത് ചിഹ്ന വേണ്ടത്? അനുനാസിക് അല്ലേ? അനുനാസിക ചിഹ്നം, അതായത് ചന്ദ്രക്കലയും ഡോട്ടും വേണം. അനുനാസിക ചിഹ്നമാണ് ഝാൻസി എന്നുള്ളതില്. നെക്സ്റ്റ്, ജദു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ ഏത് ചിഹ്നം നമ്മൾ കൊടുക്കുക? ഏത് ചിഹ്നാണ്? അനുസാറാണോ അനുനാസികാണോ? അനുസ്വാർ. അനുസ്വാർ. നെക്സ്റ്റ്, സമാധിയ. സമാധിയ എന്നുള്ള വേർഡ് വരുമ്പോ അനുസ്വാറാണോ അനുനാസികാണോ ചേർക്കേണ്ടത്? അനുനാസിക്. നെക്സ്റ്റ്, സംജിത എന്നാ വേണ്ടത്. സംജിത നമ്മൾ നേരത്തെ പറഞ്ഞു, കിട്ടാകർണ, ശേഖരിച്ചു വെക്കുക, കൂട്ടി വെക്കുക അല്ലെ? ആ സംജിത എന്നുള്ളതിന് അനുസ്വാറാണോ അനുനാസികാണോ ചേർക്കേണ്ടത്? അനുസ്വാർ. നെക്സ്റ്റ്, നമുക്ക് അവിടെ അനുസ്വാർ ചേർത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അന്തിം. കണ്ടോ നിങ്ങള്? അപ്പൊ അനുസ്വാർ ചിഹ്നം ഏതാണ്, അനുനാസിക ഏതാന്ന് മനസ്സിലായോ? അനുസ്വാർ എന്ന് പറഞ്ഞാൽ ഡോട്ട് മാത്രം വരുന്നത്. അനുനാസിക് എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രക്കലയും ഡോട്ടും വരുന്നത് കേട്ടോ. ഓർമ്മിച്ചു വെക്കണേ അത്. ശ്രീദേവേ, വീഡിയോ ഓൺ ചെയ്തേ. ആൻമരി ഇടയ്ക്ക് ക്ലാസ് കട്ടായി പോകുന്നുണ്ടോ? നെക്സ്റ്റ്, दो दो पर्यायवाची शब्द लिखो. दो दो पर्यायवाची शब्द लिखो. Write 2 synonyms for each word. സ്വതന്ത്രത അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആസാദി, സ്വാധീനത. നെക്സ്റ്റ്, ആശ. ആശ എന്നുള്ളതിന് എന്തൊക്കെയാ മിസ് എഴുതുന്നുണ്ട് അല്ലെ? ഭരോസ, ഉമ്മീദ്, വിശ്വാസം, ആഗ്രഹം നല്ല മേഖല. ഉമ്മീദ്, ഭരോസ. അതുപോലെ തന്നെ രാഖ്. രാഖ്, ഭസ്മ, ചാക്. ദിയ എന്താ ലേറ്റ് ആയത്? അടിയുടെ കുളവാണ്, എഴുന്നേൽക്കാൻ താമസിച്ചു പോയി. വീർ. വീർ എന്നുള്ളതിന് നാഥ്, അധിബ്. എന്താണ് പര്യായപദങ്ങള്? വീർ, നാഥ്, അധിബ്. ആൻമരിക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടോ അവളെ? ഇടക്കിടക്ക് കട്ടായി പോവാ മിസ്. എന്ത് പറ്റി? ഓക്കെ. അപ്പൊ ദോ ദോ പര്യായവാചി ശബ്ദ ലിഖോ, അതാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. നെക്സ്റ്റ്, തേർഡ് പേജ് നമ്പർ 42 ആണ്. വൈകി വന്നവർക്ക് വേണ്ടി പേജ് നമ്പർ 42 മൂന്നാമത്തെ പറയുന്നത്, एक से अधिक अर्थ वाले शब्द अनेकार्थी शब्द कहलाते हैं. एक से
अधिक अर्थ वाले शब्द अनेकार्थी शब्द कहलाते हैं. അതായത് ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ മീനിങ് ഉള്ള വാക്കുകൾ ഉണ്ടാവും അല്ലെ. ഒരേ മീനിങ് അല്ലാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞു സോന ഉറങ്ങുക എന്നുള്ള മീനിങ് ഉണ്ട്, സ്വർണം എന്നുള്ള മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് മീനിങ്, അപ്പൊ വെവ്വേറെ മീനിങ്ങുകളുള്ള ശബ്ദം അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അങ്ങനെ വെവ്വേറെ മീനിങ്ങുള്ളതിനെ അനേകാർത്ഥി ശബ്ദം എന്ന് പറയും. എന്ത് പറയും? അനേകാർത്ഥി ശബ്ദം. ജയ്സെ ഇപ്പൊ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൽ, ഫൽ, ഖാനേക്ക ഫൽ. ഫൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫലം അല്ലെ, ഫ്രൂട്ട്സ്. അല്ലെങ്കിൽ നദീജ, നദീജ ആണ് ഫലം. നമ്മളിപ്പം ഏതെങ്കിലും ഇതിന്റെ ഫലം കാത്തു നിൽക്കുകയാണ്, അവൻ ഇന്ന എക്സാം എഴുതി, അത് റിസൾട്ട് എന്ന് പറയും അല്ലെ, ഫലം, റിസൾട്ട്. അപ്പൊ രണ്ട് മീനിങ് വന്നില്ലേ അതിനെ. അതുപോലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി, പത്ര. പത്ര എന്ന് പറഞ്ഞാല് പത്താന്നും പറയാം, ചിട്ടി എന്നും പറയാം. പത്ത മീൻസ് ഇല, ലീഫ്. ചിട്ടി ലെറ്റർ. കണ്ടോ അത്ര വ്യത്യാസം കണ്ടോ? അപ്പൊ ഇതിലെ फल तथा पत्र दोनों शब्दों के दो दो अर्थ है, इसलिए ये अनेकार्थी शब्द है. അപ്പൊ ഫൽ എന്ന് പറഞ്ഞതിനും പത്ര എന്ന് പറഞ്ഞതിനും വെവ്വേറെ മീനിങ് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അനേകാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അവിടെ താഴെ പഠോ സമച്ചോ ഔർ ലിഖോ, റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. ആദ്യം വായിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം എഴുതുക. പഠോ സമച്ചോ ഔർ ലിഖോ, റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. കണ്ടോ? അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഇതുപോലെ അനേകാർത്ഥി ശബ്ദം ഏതൊക്കെ മീനിങ് ഉണ്ട് അത് എവിടെ എഴുതി വെക്കണം. ഫസ്റ്റ് വേർഡ് വാർ. വാർ എന്ന് പറഞ്ഞാല് നമ്മൾ ആഴ്ച നമ്മൾ എന്താ പറയാ? വാരോം കെ നാം, ദിവസങ്ങളുടെ പേര് അല്ലെ. വാരോം കെ നാം, ആഴ്ചകളുടെ പേര്. അതാണ് ഏക് ദിൻ, ഒരു ദിവസം. രവിവാർ, സോമവാർ, അങ്ങനെ വാർ വാർ കൂട്ടിയിൽ നമ്മൾ പറഞ്ഞത് ആഴ്ചക്ക്. അറിയോ ആഴ്ചകളുടെ പേര്? കുറച്ചറിയാം അല്ലെ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്, മറ്റാണെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞുതരാൻ മതി. വാർ ഏക് ദിൻ. പിന്നെ അതുപോലെ ഹംല കർണ, യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ എതിരിടുക എന്നുള്ള മീനിങ് ആണ് വാർ എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് സോന. സോന നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ. എന്തെല്ലാം മീനിങ് ഉണ്ട്? നീന്ത്, നീന്ത് പറഞ്ഞാൽ ഉറക്കം. സ്വർണ്ണ, സ്വർണം. രണ്ടും വെവ്വേറെ മീനിങ്ങുകളാണ്. മാൻ, മാൻ എന്ന് പറഞ്ഞാല് അഭിമാനം, അഭിമാനം എന്നുള്ള വേർഡ് ഉണ്ട്. അതുപോലെ തന്നെ മാന്യ അല്ലെങ്കിൽ മാൻ കർണ പറഞ്ഞ ആദരിക്കുക, ബഹുമാനിക്കുക. ഇജ്ജത്ത് കർണ. മാൻ, അഭിമാൻ, ഇജ്ജത്ത്. ഇജ്ജത്ത് എന്നാണ് അത് വായിക്കേണ്ടത് കേട്ടോ, രണ്ടിച്ച. നെക്സ്റ്റ് ഗിര. ഗിര എന്ന് പറഞ്ഞാൽ വാണി, വാക്ക്, സരസ്വതി. ഈ രണ്ട് മീനിങ് ആണ് ഇനി ഗിര. നെക്സ്റ്റ് നിമ്നലിഖിത വാക്യോമേം ഉചിത വിരാമ ചിഹ്ന ലഗാവോ. നമ്മള് കുറച്ച് വിരാമ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അർദ്ധവിരാമ, പൂർണ്ണവിരാം, അല്പവിരാം അല്ലെ. അപ്പൊ നമുക്ക് താഴെ കൊടുത്ത സെന്റൻസില് അവിടെ എവിടേക്കോ വേണ്ടിടത്ത് എന്തൊക്കെയോ വേണം, ചേർത്തിട്ടില്ല. ഡോട്ട് എടുക്ക, ഡോട്ട്. ഫുൾ സ്റ്റോപ്പ് എടുക്ക, ഫുൾ സ്റ്റോപ്പ്. കോമ ഇടണം, വിരാമ ചിഹ്നം ഇടണം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഫസ്റ്റ് മിസ് വായിക്കുമ്പോ നോക്ക്, നിങ്ങൾക്ക് അവിടെ എവിടെ എന്ത് ചിഹ്നം ഉണ്ട് നോക്കോ. ഈ സമാധിമേം ഏക് രാഗ് കി ഢേരി ചിപ്പി ഹുയി ഹെ. അതിൽ വേറൊന്നും വേണ്ട, ലാസ്റ്റ് എന്ത് വേണം? ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെ. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. ആ സെന്റൻസിന്റെ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കുക. നെക്സ്റ്റും അതുപോലെ തന്നെ എന്താണ്? സംസാർ മേ കൈ സമാധിയാം സ്മാരക ഔർ സ്മൃതിശാലായും ഹെ. അതും അങ്ങനെ തന്നെ അല്ലെ. രണ്ടാമത്തെ സെന്റൻസിന് ഫുൾ സ്റ്റോപ്പ് മതി. തേർഡിന് ഫുൾ സ്റ്റോപ്പ് മാത്രം പോരാ, ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാ ക്യാ യഹാ സ്വതന്ത്രത കി ആശ കി ചിങ്കാരി നിഹിത് ഹെ.
ക്യാ വായിക്കുന്നതിന്റെ ട്യൂൺ മനസ്സിലായോ? ആ ഒരു കോമ ഇടണം. ക്യാ കഴിഞ്ഞതിന് താഴെ ഒരു കോമ ഇട്ട് വെക്കുക. ക്യാ യഹാ സ്വതന്ത്രത കി ആശാ കി ചിങ്കാരി നിഹിത് ഹേ. ക്യാ എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യല്ലേ, പ്രശ്നവാചകല്ലേ, ചോദ്യല്ലേ. അപ്പൊ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുമോ? അപ്പൊ ക്യാ കോൻ എന്നെല്ലാം കണ്ടെങ്കിൽ എന്തായാലും ലാസ്റ്റ് എന്ത് ഇടാൻ പാടുള്ളൂ? ക്വസ്റ്റ്യൻ മാർക്ക്. നെക്സ്റ്റ് അതുപോലെ ഹാം, മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കണം. ഹാം റാണി ആഹുതി സി ചിതാ പർ ബഡ് ഗയി. ഹാം അവിടെ അതുപോലെ തന്നെ ഒരു കോമ ഇടുക. ലാസ്റ്റ് എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ആണോ ക്വസ്റ്റ്യൻ മാർക്ക് ആണോ? ക്വസ്റ്റ്യൻ മാർക്ക് ആണോ? അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ? ഇല്ലല്ലോ. ഫുൾ സ്റ്റോപ്പ്. ഹാം റാണി ആഹുതി സി ചിതാ പർ ചढ़ गई. പേജ് നമ്പർ 42 വരെ മനസ്സിലായോ? കംപ്ലീറ്റ് ആക്കണേ. ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. മിസ് ഫോർത്ത് ബിറ്റിലെ രണ്ടാമത്തെ ഒന്നുകൂടെ പറയാമോ? ഏതാണ് ഫോർത്ത് ബിറ്റ് രണ്ടാമത്തെ? ഫോർത്തിലത്തെ സെക്കൻഡ്. സെൻസർ മേ കൈ സമാധിയാം, അതാണോ? അതിൽ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് മാത്രം. संसार में कई समाधियां स्मारक और स्मृतिशालाएं हैं. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ബ്ലൂ കളറിൽ എക്സ്ട്രാ കൊടുക്കുന്നത് 43 പേജ് നമ്പർ 43 അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് എക്സ്ട്രാ വർക്ക് എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ കേട്ടോ. फर्स्ट देश के स्वतंत्रता आंदोलन में भाग लेने वाली किन्हीं चक महिलाओं के चित्र एकत्रित करके स्क्रैप बुक में चिपकाओ और उनके नाम लिखो. അതായത് നമ്മുടെ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിതകളുടെ 6 വനിതകളുടെ ഫോട്ടോസ് ശേഖരിച്ച് ഒട്ടിക്കുക കേട്ടോ. ഫോട്ടോസ് ശേഖരിച്ച് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിന് താഴെ ആരാണോ അത് അവരുടെ പേര് നാം അതിന് തൊട്ട് താഴെ എഴുതുക. മനസ്സിലായോ? സമയം കിട്ടുമ്പോൾ ചെയ്തു വെച്ചോട്ടോ. പിന്നെ അടുത്ത് ഇത് നോട്ട്ബുക്കിലേക്ക് തന്നെയാണോ എഴുതണ്ടേ? നോട്ട്ബുക്കിൽ വേണ്ട, ഒന്നുകിലോ A4 ഷീറ്റിലോ ചാർട്ട് പേപ്പറിലോ അങ്ങനെ ചെയ്താൽ മതി. पिक्चर ഒട്ടിക്കേണ്ടതല്ലേ. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് इस कविता को कंठस्थ करके विद्यालय में किसी राष्ट्रीय पर्व के अवसर पर हाव भाव सहित गाकर सुनाओ. അതെന്തായാലും സാധിക്കും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ മീനിങ് മനസ്സിലായോ? ഈ കവിത മനപ്പാഠമാക്കിയതിനു ശേഷം कंठस्थ करके ഏത് കവിത? ഝാൻസി കി റാണി കി സമാധി पर എന്നുള്ള കവിത ബൈഹാർട്ട പഠിച്ചതിന് ശേഷം വിദ്യാലയത്തില് എന്തെങ്കിലും ആഗസ്റ്റ് 15 ജനുവരി 26 അങ്ങനെയുള്ള ദിവസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല ട്യൂണിൽ പാടാൻ വേണ്ടിട്ട് ശ്രീധരനിലാവും തോന്നുന്നു അല്ലെ? ട്യൂണിൽ പാടാൻ വേണ്ടി വരുന്നവര് മിസ്സിന് അടുത്ത വർഷം അടുത്ത ഇതാവും. അതന്നെ. ഞാൻ ജനുവരി 26 വരുന്നുണ്ടോ? ഇനി അതുപോലെ सुभद्रा कुमारी चौहान की कविता झांसी की റാണി എന്നുള്ളത് ആ കവിത झांसी की റാണി എന്നുള്ള കവിതയുടെ 8 पंक्तियां एक चार्ट पर सुंदर अक्षरों में लिखो. ഒരു ചാർട്ട് പേപ്പറിൽ നല്ല സ്കെച്ച് കൊണ്ട് ഒരു 8 ലൈൻ സുഭദ്ര കുമാരി ചൗഹാന്റെ എഴുതാൻ വേണ്ടിട്ട് കവിത 8 ലൈൻ. നെക്സ്റ്റ് താഴെ എവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അതെന്താവും നിനക്കറിയില്ല, നിങ്ങൾ സ്വയം ചെയ്യേണ്ടത്. അത് മിസ് പറഞ്ഞെന്തല്ല, നിങ്ങൾ 8 പേരുണ്ടെങ്കിൽ 8 രീതിയിലാവും. എന്താണെന്നറിയോ ചോദ്യം? अपनी पसंद से किसी एक स्वतंत्रता सेनानी के विषय में स्वयं कविता बनाकर लिखो. അവരെ ജീവചരിത്രമല്ലാന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് ഒരു കവിത സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എഴുതാം. ആ പോലെ എഴുതിക്കോട്ടെ, റഫായിട്ട് പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ 8 പേരുണ്ടെങ്കിൽ 8 ആൻസർ ആണ് വരിക. കാരണം എനിക്ക് മഹാത്മാഗാന്ധിനെ ഇഷ്ടമാണെങ്കിൽ അതെന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടാ. ഇജാസ് വേണമെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെനെ കുറിച്ചായിരിക്കും കവിത എഴുതുന്നത്. ശ്രേയ വേണമെങ്കിൽ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചായിരിക്കും കവിത എഴുതുന്നത്. അപ്പൊ 8 പേര് എഴുതുന്നത് വെവ്വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് എഴുതിക്കോ ആവുന്ന പോലെ. അതുകൊണ്ട് പെൻസിൽ കൊണ്ട് എഴുതിക്കോ എന്ന് പറഞ്ഞത്. അഥവാ മാറ്റണമെങ്കിലേ മായ്ച്ചിട്ട് മാറ്റാലോ. നിങ്ങൾ എഴുതി അയക്കാൻ പറ്റും നോക്ക് കേട്ടോ, ശ്രമിക്കും. ഓക്കെ, അങ്ങനല്ലേ വരട്ടെ. കുറച്ച് തലേന്ന് കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും പ്രയത്നിക്കാതെ ഇങ്ങനെ ഇരിക്കലേന്ന്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തന്നാല് കുറച്ചും കൂടി നന്നായിട്ട് ഡിക്ഷണറി നോക്കുകയോ വാക്കുകൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ 2-3 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ തന്നിട്ടുണ്ട്. ഒന്ന് ഝാൻസി കി റാണിയിലെ കവിത ഒരു ചാർട്ട് പേപ്പറിൽ നല്ല സ്കെച്ച് കൊണ്ട് ഒരു 8 വരി എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 6 വനിതകളുടെ ഇഷ്ടമുള്ള 6 വനിതകളുടെ ഫോട്ടോ ശേഖരിക്കുക. ഒരു A4 ഷീറ്റിലോ ചാർട്ട് പേപ്പറിലോ ഒട്ടിക്കുക. അതിനുശേഷം അതിന്റെ താഴെ നെയിം എഴുതുക. ഇപ്പൊ പറഞ്ഞത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് ഒരു കവിത സ്വന്തമായിട്ട് എഴുതാം. ഇത്രയുമാണ് നമുക്ക് ആ പാഠഭാഗത്തിൽ ഉള്ളത്. അപ്പൊ ആ പാഠഭാഗത്തിൽ വർക്ക് മിസ് ഇന്നലെ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങള് ഇതുവരെയുള്ളത് 43 വരെയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ടെക്സ്റ്റും നോട്ടും ഇന്ന് 5 മണിക്ക് മുന്നേ നിങ്ങൾ 8 പേര് എനിക്ക് അയച്ചു തരിക. ഇന്ന് 5 മണിക്ക് മുന്നേ 5 മണി വരെ സമയം തരാം കേട്ടോ പ്രീത്തെ. ഒരു പേജ് കോപ്പി റൈറ്റിംഗ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണി, വേറെ ഒന്നും എഴുതണ്ട. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ വരികള് പാരഗ്രാഫോ അല്ലെങ്കിൽ ആ പോയമോ എഴുതിയാൽ മതി നീറ്റായിട്ട് കേട്ടോ. ഒരു പേജ് ഫുള്ള് കോപ്പി റൈറ്റിംഗിൽ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ ഈ പാഠഭാഗത്തിന്റെ 5 ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിട്ട് വാ. മിസ് ക്ലാസ്സിൽ ചോദിക്കാം. വൈവ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. എല്ലാരും പഠിച്ചിട്ട് വരണേ, മറന്നുപോലെ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 44. ഖേൽ ജഗത് കെ സ്തംഭ്. खेल जगत के स्तंभ. पाठ का परिचय. इस पाठ में भारत के कुछ प्रसिद्ध खिलाड़ियों के जीवन एवं उनकी उपलब्धियों का वर्णन है. എന്താ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ കൂടി പരിചയപ്പെടാൻ വേണ്ടി പറ്റുന്നത്? അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്ത സ്പോർട്സുകാര്, ഖിലാഡി മീൻസ് സ്പോർട്സ് കളിക്കാര്, അവരുടെ ജീവിത കഥയും അവർക്ക് കിട്ടിയ ഉപലബ്ധി സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, പുരസ്കാരങ്ങൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. അതൊന്നുമില്ല, അത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. കാരണം നിങ്ങൾക്ക് അറിയുന്നവരാണ് അതിൽ കൊടുത്തത്. സാനിയ മിർസ, വിരാട് കോഹ്ലി ഉണ്ടോ? അപ്പൊ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. നെക്സ്റ്റ് പാഠത്തെ ഉദ്ദേശം, ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നത് വെറുതെ ഒന്നല്ല. प्रसिद्ध खिलाड़ियों के जीवन के बारे में बताना तथा खेलों में रुचि उत्पन्न करना. പ്രസിദ്ധ സ്പോർട്സുകളെ കളിക്കാരെ പരിചയപ്പെടുത്തി തരിക മാത്രമല്ല, നിങ്ങൾക്കും അതില് ആ സ്പോർട്സില് ആ ഗെയിമുമായിട്ടൊരു താല്പര്യം, നിങ്ങളുടെ അഭിരുചി വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗം തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഖേൽ നോക്ക്, ഫസ്റ്റ് പാരഗ്രാഫ്. ഇടയ്ക്കു നലൻ വന്നു പോയി. खेल मानव जीवन का महत्वपूर्ण अंग है. खेल मनोरंजन का महत्वपूर्ण साधन होने के साथ साथ पूरे विश्व को एक सूत्र में बांधने में महत्वपूर्ण भूमिका निभाते हैं. देश विदेश में समय समय पर विभिन्न खेल प्रतियोगिताओं का आयोजन होता रहता है.
इन प्रतियोगिताओं में भारत के खिलाड़ियों ने अपनी प्रतिभा से अपनी अलग पहचान बनाई है तथा राष्ट्र का गौरव बढ़ाया है। आइए हम भारत के प्रसिद्ध खिलाड़ियों के जीवन और खेल जगत में उनकी उपलब्धियों के विषय में जाने। ആ പാരഗ്രാഫ് മിസ് പറയാണ് खेल मानव जीवन का महत्वपूर्ण अंग है। खेल അല്ലെ സ്പോർട്സ് ഗെയിം എന്ന് പറഞ്ഞ മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്പോർട്സ് അല്ലെ ഗെയിം. നമ്മൾ അനങ്ങാതെ ഇരുന്നിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഫുള്ള് മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ ഒരേ ഇരുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അത്? എന്റെ മോനല്ലേ എന്റെ മകള് മിടുക്കിയാണ്, അവൾക്ക് ഫുൾ മാർക്കാണ്, അവൾ പുറത്തിറങ്ങാറില്ല, ഒരു 24 മണിക്കൂറും പഠിത്താണ്. അതിനെ കൊണ്ട് പ്രയോജനമുണ്ടോ? പഠിക്കണം, ഫുൾ മാർക്കും വാങ്ങണം, പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി വേണം, കുറച്ച് വ്യായാമം ചെയ്യണം അല്ലേ അല്ലേ ശ്രീദേവിനെ പോലെ കണ്ണിൽ ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ടാ? ശ്രീദേവി നോക്കി അവിടെ ഇരുന്നിട്ട് അനങ്ങാതെ തടിച്ചടിച്ച് തീർത്ത് വരെയെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വ്യായാമം ചെയ്യണം അല്ലെ, കുറച്ച് പണിയെടുക്കണം, കുറച്ച് സ്പോർട്സ് വേണം അല്ലെ, എന്തെങ്കിലും ഒരു ഗെയിം, ഒരു കളി, നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലെ. खेल मनोरंजन का महत्वपूर्ण साधन होने के साथ साथ पूरे विश्व के एक सूत्र में बांधने में महत्वपूर्ण भूमिका निभाते हैं. खेल സ്പോർട്സ് കളി എന്ന് പറഞ്ഞ നമ്മുടെ മനുഷ്യ മനസ്സിന് ഒരു ഹോബിയാണ് അല്ലെ, ഒരു സുഖം തോന്നുന്ന സംഭവം അല്ലെ. അത് ഈ ലോകത്തിൽ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? സ്പോർട്സ് ഗെയിം. देश विदेश में समय समय पर विभिन्न खेल प्रतियोगिताओं का आयोजन होता रहता है. നമ്മുടെ അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്, കൃത്യസമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ സ്പോർട്സ് മത്സരങ്ങള് പലതരം ഐറ്റം നടക്കുന്നുണ്ട് അല്ലെ. इन प्रतियोगिताओं में भारत के खिलाड़ियों ने अपनी प्रतिभा से अपनी अलग पहचान बनाई है. അങ്ങനെ വിദേശ രാജ്യങ്ങളില് പല മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ച കുറെ മഹാന്മാരും മഹതികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. തഥാ രാഷ്ട്ര ഗൗരവ ബഡായ ഹെ. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സ്പോർട്സിൽ അല്ലെ, സ്പോർട്സിൽ പങ്കെടുക്കുക, അതിൽ വിജയിക്കുക എന്നുള്ളത്. ആയേ വന്നാലും हम भारत के प्रसिद्ध खिलाड़ियों के जीवन और खेल जगत में उनकी उपलब्धियों के विषय में जाने. വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വന്നാലും നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രശസ്ത കളിക്കാരെ, സ്പോർട്സുകാരുടെ ജീവിത കഥ, അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കഥകള്, അവരുടെ പുരസ്കാരങ്ങൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പഠിക്കാം. വന്നോളൂ. നിങ്ങൾ റെഡിയല്ലേ പഠിക്കാൻ? വരാൻ റെഡിയാണല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ആരെ കുറിച്ചാണ്? സാനിയ മിർസ. സാനിയ മിർസ കോൻ ഹേ? ഹിന്ദിയിൽ പറയാത്തില്ലേ, മലയാളത്തിൽ പറഞ്ഞോ? ടെന്നീസ് പ്ലെയർ. നോക്കുക, സാനിയ മിർസനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. അലൻ ജോസഫ് പ്രസന്റ് മാത്രം ടൈപ്പ് ചെയ്യാൻ വന്നാണോ? ഇടയ്ക്കൊന്ന് കുറച്ചേരം കണ്ടിട്ട് അങ്ങ് പോയി. നമുക്ക് നോക്കാം പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ. പ്രസന്റിന് മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഇജാസെ. सानिया मिर्जा पद्मश्री से सम्मानित सबसे कम उम्र की टेनिस खिलाड़ी है. उनका जन्म 15 नवंबर 1900 ആടെ നിന്നു അല്ലേ, 86 എന്താ പറയാ 1986 को मुंबई में हुआ. उनकी शिक्षा हैदराबाद में हुई. उनके पिता इमरान मिर्जा एक खेल संवाददाता थे.
तथा मां नसीमा मुंबई में प्रकाशन व्यवसाय से जुड़ी थी। उनके पिता ने जब केवल 6 वर्ष की सानिया का प्रवेश हैदराबाद के निजाम क्लब में टेनिस सीखने के लिए करवाया तो उनकी कम उम्र के कारण प्रशिक्षक ने उन्हें सिखाने से मना कर दिया। पिता के आग्रह पर 1 सप्ताह बाद कोच ने सानिया के हुनर को देखकर उन्हें प्रशिक्षण देना स्वीकार कर लिया। यहीं से उनके टेनिस प्रशिक्षण की शुरुआत हुई। बाद में सानिया ने विदेश में प्रशिक्षण लेकर कड़ी मेहनत से खुद को अंतर्राष्ट्रीय स्तर की खिलाड़ी बनाया। അല്ല വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സാനിയ മിർസ പത്മശ്രീ അവാർഡ് ലഭിച്ച സാനിയ മിർസ കം ഉമ്ര കി ടെന്നീസ് ഖിലാഡി ഹെ. ചെറുപ്പം തൊട്ടേ ടെന്നീസ് കളിക്കാരിയാണ് അല്ലെ? ചെറുപ്പകാലം മുതൽ തുടങ്ങിയതാണ് ഈ ശീലം. ഉൻക ജന്മം അദ്ദേഹം സാനിയ ജനിച്ചത് എപ്പോഴാണ്? 15 നവംബർ 15 1986 നവംബർ 15 മുംബൈ മേ ഹുവ. എവിടെ ജനിച്ച സാനിയ മിർസ? മുംബൈയില്. ഉൻകി ശിക്ഷ ഹൈദരാബാദ് മേ ഹുയി. അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഹൈദരാബാദിലായിരുന്നു. Her education took place in Hyderabad. उनके पिता इमरान मिर्जा एक गेल संवाददाता थे तथा मां नसीमा मुंबई में प्रकाशन व्यवसाय से जुड़ी थी. എന്താണ്? ഉൻകെ പിതാ, അദ്ദേഹത്തിന്റെ അവരുടെ അച്ഛന്റെ പേരെന്താണ്? ഇമ്രാൻ മിർസ. എന്താണ് പേര്? ഇമ്രാൻ മിർസ. ഏക് ഖേൽ സംവാദദാത, സ്പോർട്സ് റിപ്പോർട്ടർ ആയിരുന്നു. ആര്? ഇത് സാനിയ മിർസന്റെ ഫാദർ സ്പോർട്സ് റിപ്പോർട്ടർ ആയിരുന്നു. तथा मां नसीमा मुंबई में प्रकाशन व्यवसाय से जुड़ी थी. പിന്നെ നസീമ വാസ് അസോസിയേറ്റ് വിത്ത് പബ്ലിക്കേഷൻ ഇൻഡസ്ട്രി. അപ്പൊ അമ്മയുടെ പേര് മനസ്സിലായല്ലോ? മദർഖാന, മാതാജിഖാന, നസീമ. പിതാജിഖാന इमरान मिर्जा. ओके. उनके पिता ने जब केवल 6 वर्ष की सानिया के प्रवेश हैदराबाद के निजाम क्लब में टेनिस सीखने के लिए करवाया. അവരുടെ അച്ഛൻ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് 6 വയസ്സുള്ളപ്പോ തന്നെ സാനിയെ ഹൈദരാബാദിലെ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബ് നിസാം ക്ലബില് ടെന്നീസ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രവേശനത്തിന് വേണ്ടി നോക്കി. तो उनकी कम उम्र के कारण प्रशिक्षक ने उन्हें सिखाने से मना कर दिया. പക്ഷെ ഇവരുടെ ചെറുപ്പകാലമായതുകൊണ്ട് 6 വയസ്സ് മാത്രം പ്രായമായതുകൊണ്ട് അവരെ എന്ത് ചെയ്തില്ല? അവർക്ക് അഡ്മിഷൻ കൊടുത്തില്ല. पिता के आग्रह पर 1 सप्ताह बाद कोच ने सानिया के हुनर को देखकर उन्हें प्रशिक्षण देना स्वीकार कर लिया. പിന്നീട് അതിന്റെ കോച്ച്, അതായത് പിന്നെ അദ്ദേഹം ഈ സാനിയ മിർസയുടെ കഴിവ് കാണുകയും നേരിട്ട് കാണുകയും അങ്ങനെ വീണ്ടും ആ സാനിയ മിർസക്ക് അവിടെ അഡ്മിഷൻ നൽകുകയും ചെയ്തു. എത്രയായിരുന്നു വയസ്സ്? പ്രായം 6 വർഷം 6 വയസ്സ്. यहीं से उनके टेनिस प्रशिक्षण की शुरुआत हुई. ഇവിടെ നിന്നാണ് അവളുടെ ടെന്നീസിന്റെ പ്രാക്ടീസ് ആരംഭിച്ചത്. बाद में सानिया ने विदेश में प्रशिक्षण लेकर कड़ी मेहनत से खुद को अंतरराष्ट्रीय स्तर की खिलाड़ी बनाया.
അങ്ങനെ ശേഷം അവസാനം എവിടെ വരെ എത്തി സാനിയ? വിദേശ രാജ്യങ്ങളിൽ കൂടി മത്സരങ്ങളിലെ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് തന്നെ പല മത്സരങ്ങളിലും അവൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി സാധിച്ചു. നല്ല ഒരു കളിക്കാരിയായി മാറി അല്ലെ? ടെന്നീസിന്റെ നല്ല ഒരു പേര് ആർക്ക് കിട്ടി? സാനിയ മിർസ. അപ്പൊ ക്ലാസ് കട്ടാവാറായി. പേജ് നമ്പർ 44 ആണ് ഇന്ന് എടുത്തത്. അപ്പൊ 43 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടവ ഇന്ന് തന്നെ 5 മണിക്കുള്ളിൽ എഴുതി അയക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ 7th ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, ജാൻസിക്ക് റാണിക്ക് സമാധിപ്പ് എന്നുള്ള പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് വരിക. മിസ് ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും. അതിന്റെ കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേ 8ാമത്തെ ചാപ്റ്റർ ഖേൽ ജഗത് കെ സ്തംഭ് എന്നുള്ളതിന്റെ ഫസ്റ്റ് പേജ് വായിച്ചിട്ട് നന്നായിട്ട് വായിച്ചിട്ട് വരിക കേട്ടോ. ഇന്ന് തന്നെ വായിച്ചോ. ഇന്നൊരു തവണ വായിക്കുക, നാളെ ഒരു പ്രാവശ്യം വായിക്കുക, അങ്ങനെ ഒരു 5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ദിവസവും ഓരോരോ പേജ് വായിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഇന്ന് തന്നെ 5 പ്രാവശ്യം വായിക്കണം എന്ന് പറയില്ല. ഇന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുക, നാളെയും അതേപോലെ ആ പേജ് വായിക്കുക, മറ്റേ നാളും വായിക്കുക, അങ്ങനെ 5 ദിവസം അടുപ്പിച്ച് വായിക്കുക. എല്ലാവരും വായിക്കാൻ റെഡിയാണോ? സിമ്പിൾ ആണ് ആ പാഠഭാഗം. ആയാ ആയത് അപ്പൊ നന്നായിട്ട് എല്ലാവരും വായിക്കൂലേ? നോട്ട്സ് ആരും അയച്ചു തരാൻ മറന്നുപോലല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ വർക്കും നോട്ട് ബുക്കിലെ വർക്കും 8 പേരും അയച്ചു തരാനുണ്ട്. അപ്പൊ എല്ലാവരും അയച്ചു തരിക. അതുപോലെ എക്സ്ട്രാ വർക്ക് തന്നത് ഒരാഴ്ചക്കുള്ളിൽ പറ്റുമെങ്കിൽ ചെയ്യുക. രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ ഫോട്ടോസ് കയ്യിലുണ്ടെങ്കിൽ വലിയ ചെലവില്ലാതെ കേട്ടോ, ഒരുപാട് ബാച്ച് ചെലവാക്കരുത്, ചെലവില്ലാതെ പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റും നോക്ക്. എവിടെയെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഫോട്ടോസ് കേട്ടോ. അത് പുതുതായി വാങ്ങണമെന്നില്ല. കാരണം മനസ്സിലായിട്ടുണ്ടല്ലോ. ദിയ ആൻമരി, നിങ്ങൾ എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തവരല്ലേ? യെസ്. അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് വരണേ, മറന്നുപോലെ. ഓക്കെ, ബൈ, സി യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.